സെക്കൻഡ് വീക്കാണ്. ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് കോർട്ടിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ചർച്ചയിൽ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഇന്ന് പുതിയതായിട്ട് കുറച്ച് ആൾക്കാരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ ഇതായ കാരണം കുറേ പേരൊക്കെ നാട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ 47 കഴിഞ്ഞ ആഴ്ചയിലപ്പോൾ തന്നെ കോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ യുവതലമുറയെ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക, ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ളൊരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഊർജ്ജത്തോടു കൂടി മുന്നേറുക എന്നൊരു പ്ലാൻ കൂടി ഇതിലുണ്ട്. അപ്പം എല്ലാവരും ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്താണ് നമ്മുടെ ചർച്ചിലുള്ളത്. ഏറ്റവും എല്ലാ കാര്യത്തിലും നമ്മൾ ഗെയിംസിലാകട്ടെ, അതേപോലെ തന്നെ മറ്റേത് കാര്യത്തിലും ഏറ്റവും അടിപൊളിയാണ്. ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ വർക്ക് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ കുറച്ച് നേരം മാത്രം നമ്മൾ ഗെയിം കളിക്കുക, ബാക്കി സമയം നമ്മൾ കർത്താവിനും കൂടി ഇരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഷാരോൺ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് മറന്നുപോയി. ലാസ്റ്റ് വീഡിയോ ഞാനില്ലായിരുന്നു. ലാസ്റ്റ് വീക്ക് പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം കോർട്ട് ബുക്ക് ചെയ്തത് 4 to 7 ടൈമിങ്ങിനായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ടൈമിങ് എക്സ്റ്റെൻഡ് ചെയ്ത് 7:30 വരെ ആക്കി. അങ്ങനെ എല്ലാവരും കളിച്ചു. 2 കോർട്ടായിരുന്നു ഇപ്രാവശ്യം ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ആൾക്കാർക്ക് കളിക്കാനായിട്ട് കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കളിക്കാൻ സ്പേസ് ഇല്ലാത്ത കാരണം മേബിൾ അവിടെ സൈഡിൽ നിന്നിട്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവന് കളിക്കാനായിട്ട് സ്ഥലമില്ലാത്തതും എൻ്റെ കളി കാണുമ്പോൾ അവന് കുറച്ച് അസൂയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഷോ ഓഫ് ഒക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഓക്കെ, ഞങ്ങളൊക്കെ ഇവിടെ കളിച്ച് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഏഞ്ചൽ ചേച്ചിട്ട് കളിച്ചു, ഞാനും കളിച്ചു, ഞങ്ങൾ പൊടിയായിട്ട് കളിച്ചു. ഓക്കെ, പിന്നെ നമ്മുടെ എലിസബത്ത് ചേച്ചി കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. മുഖമൊക്കെ വേർത്തിട്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഭയങ്കര കളിയാണ്. എന്നാ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് പ്ലെയർ നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൂടെ കളിച്ച് പേടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. സ്റ്റേറ്റ് പ്ലെയർ കേട്ടാൽ ഞങ്ങൾ ഓടിക്കും. എൻ്റെ അമ്മയും കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഏബൽ ബ്രദർ, ആര്യം ബ്രദർ, ബ്ലസ്സം ബ്രദർ, ഏബൽ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇന്ന് പുതിയതായിട്ട് ഗൗരി ചേച്ചി വന്നിട്ടുണ്ട്, ഷാരോൺ ഉണ്ട്, പ്രത്യാശ ഉണ്ട്, അനുഷ ചേച്ചി ഉണ്ട്. മൊത്തത്തിൽ എല്ലാവരും വന്നിട്ടൊന്നുമില്ല. ഇന്ന് കുറച്ച് പേര് വന്നിട്ടുള്ളൂ. കാരണം ഈദായിട്ട് നാട്ടിലേക്ക് പോയിക്കാണ് എല്ലാവരും. അപ്പോൾ അടുത്ത ആഴ്ച അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടാവുമായിരിക്കും. ചേച്ചിക്ക് എന്തെങ്കിലും പറയാൻ? ഇവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളി ഭയങ്കര പൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നേ ഇവിടെ ഐസ് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നാട്ടിൽ പെയ്തൊന്നും എനിക്കറിയില്ല. അതെ, ഹെയിൽ സ്റ്റോം ആണ്. പക്ഷെ നമ്മൾ ആരിപ്പഴം ഐസ് മഴ അങ്ങനെയൊക്കെയാണ് പറയാ. ബാംഗ്ലൂർ പെയ്തുന്നുണ്ടെങ്കിലും എൻ്റെ അവിടെ ഒന്നും പെയ്തില്ല. ചേച്ചിയുടെ അവിടെ പെയ്താ? ഞങ്ങളുടെ അവിടെ ഹെയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മഴ ഉണ്ടാവും, നല്ല ശക്തമായ മഴ, നല്ല കാറ്റും ഉണ്ടാവും. പക്ഷേ അതൊന്നും വന്നിട്ടില്ല. അവിടെ ആരിപ്പഴം പെയ്തിട്ടില്ല, മഴ പെയ്തില്ല. പക്ഷെ ഇവിടെ യശ്വന്ത്പുരത്തിലൊക്കെ മഴ പെയ്തിട്ട് കാശ്മീർ പോലെയാണ് പറയുന്നത്. അതുപോലെ എങ്ങനെ വീണ ഐസൊക്കെ നഷ്ടം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. പിന്നെ സ്പേസിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കളിയൊക്കെ കണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും അടിച്ചു പൊളിച്ച് തന്നെ കളിക്കുകയും ചെയ്തു. നല്ല രീതിക്ക് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് അഭിഷേക് ബ്രദർ വന്നിട്ടുണ്ട്. അടുത്ത ചാലഞ്ചാണ് ആര്യം ബ്രദറായിട്ട്. ഞാൻ എൻ്റെ ചാലഞ്ചാണ്. ഞാനും അനുഷ്ക സിസ്റ്റർ വേഴ്സസ് ആര്യന ചേച്ചിയും. അങ്ങനെ അത് അങ്ങനെ ഇവരുടെ ചാലഞ്ചൊക്കെ തകർത്ത് തന്നെ കളിച്ചു. തീ പാർന്ന പോരാട്ടമായിരുന്നു. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ കളിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ കളിച്ചവരും പറഞ്ഞു അത്യാവശ്യം അവർക്കും ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീക്ക് ഞങ്ങൾ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്ഷീണവും ആ ഒരു ബോഡി പെയിനൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്രാവശ്യം ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു കളിച്ചത്. ഞങ്ങളിവിടെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ പാസ്റ്റർ ഏബൽ ബ്രദർ. ഏബൽ ബ്രദർ നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. കണ്ടതി വെച്ച് വീഡിയോ ആരും എടുത്തില്ല. ഇപ്പൊ കാണിച്ചു. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു വീഡിയോ വരും നേഹ കളിക്കുന്നത്. നേഹ ഗുഡ് പ്ലെയറാണ്. ഏബൽ ബ്രദർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കളിയുടെ ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വേറൊരു സ്റ്റേറ്റ് പ്ലെയർ ആണെങ്കിലും ഈ ആഴ്ച അടുത്ത സ്റ്റേറ്റ് പ്ലെയർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗൗരി ചേച്ചി.
അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആര്യം ബ്രദറിൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും പ്രയറും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. ഞാനും അനുഷ ചേച്ചിയും കൂടിയിട്ട് ഏബലിനെയും ഫോളോ ചെയ്ത് പോവായിരുന്നു ചെയ്തത്. കുറച്ച് പേര് കാറിൽ പോയി. പിന്നെ ഞങ്ങൾ പോണ വഴി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സ് പോലെ ഫുള്ളിങ്ങനെ മോശമൊക്കെ ടാറൊന്നും ഇടാത്ത റോഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല നിലാദ്രി റോഡൊക്കെ എത്തി. ആ വഴിക്ക് പോയിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെന്നുണ്ടെങ്കിലും ഞങ്ങളത് യൂട്ടേണൊക്കെ എടുത്ത് കറക്റ്റായി അങ്ങനെ ആര്യം ബ്രദറിൻ്റെ വീട്ടിൽ ചെന്ന് എത്തി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് വീട്ടിലേക്ക് വന്നേക്കാണ് ആര്യം ബ്രദറിന്റെ. എന്നിട്ട് അങ്ങോട്ട് ഏബലിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തിയില്ലേ. ഏബൽ വളർന്നു വരുന്ന ഒരു കാണുന്നില്ലല്ലോ. ഏബൽ വളർന്നു വരുന്ന ഒരു വലിയ ഡയറക്ടർ. ഇവിടെ മാംഗോ, വാട്ടർമെലൺ, കുറച്ച് ആപ്പിൾ. ഈ ആഴ്ചയും പൊറോട്ടയും ബീഫാണ് നമ്മളുടെ ഫുഡ്. ഇത് ജോയൽ ബ്രദറിനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ജോയൽ ബ്രദർ കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഹായ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ട് ഞങ്ങളിവിടെ അടിപൊളിയായി ക്യുസൊക്കെ കളിച്ചു, പാട്ടൊക്കെ പാടി ആരാധിച്ചു, വർഷിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ സ്നേഹമാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും വർഷിപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഗ്യാദർ ചെയ്തു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്ന എല്ലാവർക്കും അത് ഭയങ്കര അനുഗ്രഹവും ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു ഗ്യാദറിങ്ങിന് കൂടുമ്പോൾ കിട്ടണേക്കാളും ഏറ്റവും വലിയൊരു സന്തോഷം സമാധാനമാണ് ഞങ്ങൾ ഈ ദൈവമക്കൾ കൂടിയിരുന്ന് കർത്താവിനെ പറ്റി പറയുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം മറ്റ് വേറെ ഏതൊരു ഗ്യാദറിങ്ങിൽ പോയാലും എനിക്ക് ആ ഒരു പീസ് അനുഭവിക്കാനായിട്ട് പറ്റാറില്ല. ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ 3.5 മണിക്കൂർ ബാഡ്മിൻ്റൺ കളിച്ച് വന്നിരിക്കുന്നതാണ്. പക്ഷേ ആ കളിച്ചതിൻ്റെ ഒരു ക്ഷീണോ ബോഡി പെയിനോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പോരാത്തത് തന്നെ നമുക്ക് സമയം പോകണത് തന്നെ അറിയില്ല. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈം പോകണത് തന്നെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഞങ്ങളവിടെ ഗ്യാദർ ചെയ്ത് പുലർച്ചെ 3:30 വരെയാണ് അവിടെ ഇരുന്നത്. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ സൺഡേ ഞങ്ങൾക്ക് ചേർച്ച് ഉണ്ട്. ഞങ്ങൾ ഗ്യാദർ ചെയ്തത് ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ചേർച്ച് ഉള്ളത് ഹിനൂർ ക്രോസിൽ. കുറേ പേരാണെങ്കിൽ 55 കിലോമീറ്റേഴ്സൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് ബാഡ്മിൻ്റൺ കളി ഈ ഒരു ഗ്യാദറിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം സമാധാനം കർത്താവിനെ പറ്റി പറയുമ്പോൾ കിട്ടുന്നത് വേറെ എവിടെയും ഞങ്ങൾക്ക് കിട്ടാറില്ല. പോവാണ്. ആര്യം ബ്രദർ ഏബലിനെ കൊണ്ടാക്കാൻ പോവാണ്. ബൈ പറയ്. ബൈ. ഇപ്പോൾ സമയം 3 മണി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പ്രെയറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ടാറ്റ ബൈ.